പാകിസ്ഥാനിലെ സംഘർഷം നിലവിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ഈസ് നോട്ട് പാകിസ്ഥാൻ എന്നുള്ള പ്ലക്കാർഡുകൾ ഇപ്പോൾ ബലൂച്ച് മേഖലകളിൽ വ്യാപകമായി ഉയരുന്നുണ്ട്. പാക് പട്ടാളക്കാരെ വ്യാപകമായി കൊന്നൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇവിടെയുള്ള കപട മതേതരവാദികളും ദേശസ്നേഹികളും നമ്മുടെ രാജ്യത്തെ ഇവർ വെടിനിർത്തൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായപ്പോൾ പറഞ്ഞത് ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ഇനി തകരാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ഇവിടെ നിന്നും ട്രൂപ്പുകളെ പിൻവലിച്ച് നേരെ ബലൂചിസ്ഥാനിലേക്ക് പോയി ബലൂച്ച് ലിബറേഷൻ ആർമിയിലെ അവിടെയുള്ള സ്വാതന്ത്ര്യ പോരാളികളെല്ലാം കൊന്നൊടുക്കുമെന്നുള്ളതായിരുന്നു ഇവിടെയുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത്. എന്തായാലും ഇങ്ങനൊരു ആശങ്ക ഇവർ പ്രകടിപ്പിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ബലൂചിസ്ഥാന് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. ബലൂച്ച് ലിബറേഷൻ ആർമിക്കൊന്നും സംഭവിച്ചില്ല. മറിച്ച് പാക് പട്ടാളം അവിടെ നിന്ന് നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസവും 29 പാക് പട്ടാളക്കാരെയാണ് ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞത് ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്നാലും ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു റിപ്പോർട്ടിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് 6 മാസത്തിനിടെ 700 പാക് പട്ടാളക്കാരെയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി തട്ടിക്കളഞ്ഞത് എന്നുള്ളതാണ്. ബലൂചിസ്ഥാനിലെ ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സർക്കാരിനെയും സൈന്യത്തിൻ്റെയും പ്രശ്നങ്ങൾ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ബലൂച്ച് നേതാക്കളും വിമതരും ഭൂരിഭാഗം ജനങ്ങളും പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തി സ്വതന്ത്ര ബലൂചിസ്ഥാൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയം ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. 2025 ജനുവരി മുതൽ ജൂൺ വരെ BLA വിമതരാണ് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ 286 ആക്രമണങ്ങൾ നടത്തിയത്. അതിൽ ഏകദേശം 700 സൈനികരും അതിലധികവും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തി. മിർ യാർ ബലൂച്ച് ഉൾപ്പെടെ നിരവധി ബലൂച്ച് നേതാക്കൾ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ലോകം ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതും ശ്രദ്ധേയമാണ്. റിപ്പോർട്ട് അനുസരിച്ച് ബലൂച്ച് വിമത ആക്രമണങ്ങളുടെ ലക്ഷ്യം പാകിസ്ഥാൻ സൈന്യമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ ആക്രമണത്തിൽ നിരപരാധികളുടെ ജീവനും നഷ്ടപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. മിക്ക കേസുകളിലും സ്ഫോടന സമയത്ത് ഒരു സൈനിക പോസ്റ്റിനോ വാഹനത്തിനോ സമീപം ഉണ്ടായിരിക്കുന്ന നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത് എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. എന്തായാലും ബലൂച്ചിലെ പല പ്രദേശങ്ങളും ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ അല്ലെങ്കിൽ ബലൂച്ച് വിമതരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമി തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് തങ്ങളുടെ ബലൂചിസ്ഥാൻ സമ്പൂർണ്ണമായി വിരുദ്ധമാക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാളം അവിടെ നിന്ന് സമ്പൂർണ്ണമായി അവിടെ തുടച്ചു നീക്കാനുള്ള നീക്കവുമായി ഓപ്പറേഷൻ ബാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.